നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇത്തവണ കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന, ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം നിയോജക മണ്ഡലം. കാരണം അവിടെ നിന്നാണ് ഒരു മന്ത്രി ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ജയിലിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യമുണ്ടായത്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജു ജയിലിലായതിന് തൊട്ടു പിന്നാലെയാണ് അവിടെ തെരഞ്ഞെടുപ്പും നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പരമാവധി എങ്ങനെയെങ്കിലും സീറ്റ് പിടിച്ചു നിർത്താനും എങ്ങനെയെങ്കിലും ഈ വിധിയിൽ എന്തെങ്കിലും ഇളവ് ലഭിക്കുമോ എന്നൊക്കെ ആന്റണി രാജു നോക്കി. പക്ഷെ ഒന്നും സാധിച്ചില്ല. തെരഞ്ഞെടുപ്പ് വളരെ അടുത്താവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം ആന്റണി രാജുവിൻ്റെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്ന മണ്ഡലം കൂടിയാണിത്. ഇവിടെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ ഇടതുപക്ഷത്തിനും സാധിച്ചിട്ടില്ല. ഇത്തരം അഴിമതികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ സത്യത്തിൽ പാർട്ടി പ്രവർത്തകരുടെ കോൺഫിഡൻസ് തകർന്നു പോവുകയാണ്. അവർ എന്തു പറഞ്ഞുകൊണ്ട് വരുന്ന തിരഞ്ഞെടുപ്പിലേക്ക് എത്തും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചെത്തും എന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതേ സമാനമായ സ്ഥിതി തന്നെയാണ് പാലക്കാടുമുള്ളത്. പാലക്കാട് MLA കാട്ടിക്കൂട്ടിയ വിക്രിയകൾ കാരണം അവിടെ ഒരു കോൺഗ്രസ്സുകാരന്, പരമ്പരാഗത കോൺഗ്രസ്സുകാരന് പോയി വോട്ട് ചോദിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ അവിടെ രമേശ് ഉഷാരടി ഇറക്കിയ പോലെ തന്നെ തിരുവനന്തപുരത്ത് കരമന സുധീർ എന്ന് പറയുന്ന നടനെ, സുധീർ കരമനെ ഇവിടെ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. അതും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് സുധീർ കരമന ഇപ്പോൾ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് രാഷ്ട്രീയ രംഗത്ത് വലിയ പ്രാമുഖ്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് അറിയപ്പെടുന്ന ആളോ ഒന്നുമല്ല. ഒരു അധ്യാപകനായിരുന്നു, സിനിമാ നടനായിരുന്നു എന്നതിനപ്പുറത്തേക്ക് കാര്യമായ രാഷ്ട്രീയം ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒരാളുമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ CP ജോണാണ് മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. CP ജോണിനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് CP ജോൺ. പക്ഷേ അവിടെയും പ്രശ്നം ഭൂരിപക്ഷ വോട്ടുകൾ CP ജോണിന് നഷ്ടപ്പെടും എന്നുള്ളതാണ്. കാരണം തിരുവനന്തപുരത്ത് NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കരമന ജയനാണ്. കരമന ജയനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തിത്വം തന്നെയാണ് കരമന ജയൻ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന പദവിയിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘടകങ്ങളെല്ലാം ഇവിടുത്തെ തിരുവനന്തപുരം മണ്ഡലത്തിന് സുപരിചിതനായ ആളാണ്. ഈ ഘടകങ്ങളെല്ലാം NDA സ്ഥാനാർത്ഥിക്ക് വളരെ അനുകൂലമാണ്. അതുമാത്രമല്ല, ഡീലിമിറ്റേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് നഷ്ടപ്പെട്ടു പോയ മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ന്യൂനപക്ഷ വോട്ടുകളാണ് സാധാരണഗതിയിൽ ഈ മണ്ഡലത്തിന്റെ ഗതി നിർണ്ണയിച്ചതെങ്കിൽ വാർഡിന്റെ വിഭജനത്തിലൂടെ ചില വോട്ടുകളുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏത് രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് പറയാനും കഴിയില്ല. CP ജോണിന്റെ കാര്യമാണെങ്കിൽ CP ജോൺ ഈ മണ്ഡലംകാരനെയല്ല. അതുകൊണ്ട് തന്നെ CP ജോൺ പുറത്തു നിന്നുള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മാത്രമല്ല CP ജോണിലുള്ള ഒരു ബുദ്ധിജീവി ഇമേജാണ്. ബുദ്ധിജീവികൾക്കും ചാനൽ ചർച്ചകൾ കാണുന്നവർക്കും ഒക്കെ CP ജോണിനെ അറിയാമെന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് എത്രത്തോളം ഇറങ്ങിച്ചെല്ലാൻ CP ജോണിന് കഴിയുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഏറ്റവും ഫലപ്രദമാകുന്നത് അല്ലെങ്കിൽ ഏറ്റവും നന്നായി ശോഭിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി കരമന ജയൻ തന്നെയാണ്. കരമന ജയന് മറ്റൊരു പ്ലസ് പോയിന്റ് കൂടിയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നത് കരമന ജയൻ തിരുവനന്തപുരത്ത് BJPയുടെ ജില്ലാ അധ്യക്ഷനായിരിക്കുമ്പോഴാണ്. അത് വലിയ ആത്മവിശ്വാസം കരമന ജയനും ഉണ്ടാക്കിയിട്ടുണ്ട്, പാർട്ടിക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJP ഈ മണ്ഡലത്തിൽ വിജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. കരമനയിലെ കരമന ജയൻ എന്ന് പറയുന്ന, കരമന ജയൻ മാത്രമല്ല, കരമന അജിത്ത് എന്ന് പറയുന്ന BJPക്ക് ഒരു ലീഡറുണ്ട്. കരമന അജിത്തിനെയും ഇതുപോലെ നാട്ടുകാർ അറിയുന്ന ഒരു ലീഡറാണ്. അപ്പം ജനങ്ങളുടെ ഇടയിൽ പോപ്പുലറായിട്ടുള്ള ഈ നേതാക്കന്മാർ തീർച്ചയായും അവർ വിജയം ഇത്തവണ കൈപ്പിടിയിലൊതുക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെയൊക്കെ BJPയുടെ തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു ജനങ്ങൾക്കൊക്കെ. അവർ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഇല്ലാതാക്കും എന്ന വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലുള്ള മണ്ഡലങ്ങളിലും മുസ്ലിങ്ങൾ മാത്രമുള്ള സ്ഥലങ്ങളിലും ഒക്കെ മത്സരിക്കുന്നതും ജയിക്കുന്നതുമൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ BJP തന്നെയാണ്. അതുകൊണ്ട് തന്നെ BJPയോട് കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണം വന്നപ്പോൾ BJPയോടുള്ള അയിത്തം എല്ലാവർക്കും മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ വന്നതോടുകൂടി വികസന വിഷയങ്ങൾ മാത്രമാണ് ചർച്ചയാക്കാറുള്ളത്. വികസന വിഷയങ്ങൾ ചർച്ചയാക്കിക്കൊണ്ട് പോകുന്നത് കൊണ്ട് ഒരു ഗുണമുണ്ട്. കേരളത്തിൽ ഇത്രയും കാലം ഇടതു വലതു മുന്നണികൾ കാട്ടിക്കൂട്ടിയ കള്ളത്തരങ്ങൾ കൃത്യമായി ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നുണ്ട്. അത് മനസ്സിലാക്കുന്ന ജനങ്ങൾ BJPയിലേക്ക് ദിനം ദിനം എത്തിച്ചേരുന്നുമുണ്ട്. ഏതായാലും തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭന്റെ മണ്ണാണ്. ശ്രീപത്മനാഭന്റെ മണ്ണിൽ വിജയത്തെ തെളിയിക്കാനുള്ള ഇത്തവണത്തെ നിയോഗം കരമന ജയൻ ഉണ്ടാകും എന്നാണ് സാധാരണക്കാരായ ജനങ്ങളെല്ലാം തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. ഏതായാലും കരമന ജയൻ വിജയത്തിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷകളുള്ളത്. CP ജോണും ഒട്ടും മോശക്കാരനല്ല. CP ജോണും തീർച്ചയായും ആ ഒരു പിന്നാലെ
എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ സുധീർ കരമനയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വോട്ട് നേടാൻ കഴിയും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ മണ്ഡലത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മത്സരമാണ് നടക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട.